അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണ ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് സദ്യയൊക്കെ ഉണ്ട് ഒരു ചെറിയ ആലസ്യത്തിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനും നിങ്ങളും എന്നതിൽ സംശയമില്ല. ആ ആലസ്യത്തിൽ നിന്ന് ഉണർത്തുവാനുള്ള ശക്തിയോ ബലമോ ഒന്നും എനിക്ക് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ദൈവം സാധ്യമാക്കുമെങ്കിൽ ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വചനത്തെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെതായ എല്ലാ ആശംസകളും നേരുകയാണ്. സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ അടയാളവും ഒക്കെ ആയി ആഘോഷിക്കുന്ന ഓണത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അതുകൂടാതെ എട്ടുനോമ്പിന്റെ വചന സദ്യകളൊക്കെ കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ദിവസത്തെ വലിയ ആ വചന സദ്യകൾക്ക് ശേഷം അതിൻ്റെതും ഒരു ചെറിയ ആലസ്യമുണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. എങ്കിലും ഇത്രയും പേരെ ഇന്ന് കടന്നു വന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തി. ഒരു സ്ത്രീയെ ഞാനിവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മിരിയ എന്നാണ് അവരുടെ പേര്. മിരിയ ആരാണെന്ന് നിങ്ങൾക്കൊന്നും അറിയാമോ? മിരിയ മോശയുടെ സഹോദരി മിരിയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മിരിയാമിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 15-ാം അധ്യായം 20-ാം വാക്യം വളരെ കൃത്യമായി പറയുന്നു. മോശയുടെയും അഹ്റോന്റെയും പ്രിയ സഹോദരിയാണ്. വളരെ ധൈര്യമുള്ള ഒരു സ്ത്രീയായിട്ടാണ് വേദപുസ്തകത്തിൽ അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ ജനന സമയത്ത് മോശയുടെ അന്ന് ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാൻ തക്കവണ്ണം ഫറവോൻ ഉത്തരവിട്ടപ്പോൾ ധൈര്യസമേതം ഫറവോന്റെ മകളോട് പോയി സംസാരിക്കുവാൻ തക്കവണ്ണം തയ്യാറായ ഒരു പെൺകുട്ടിയായിരുന്നു മിരിയ. പിന്നീട് ഇസ്രായേലിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയിൽ സ്ത്രീകളെ മുഴുവനും നയിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം അവർ പ്രാപ്തയായി തീർന്നു ഒരു സ്ത്രീയായിരുന്നു. ആദ്യത്തെ പ്രവാചിക എന്നൊരു വിശേഷണം കൂടി മിരിയാമിന് ഉണ്ട്. മിരിയാം എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിലാണ് മിരിയാം എന്ന് പറയുന്നത്. അത് തർജ്ജമ ചെയ്യുമ്പോഴാണ് മലയാളത്തില് മറിയാം എന്ന് പറയുന്നത്. ചെങ്കടൽ കടന്ന് പോയതിനു ശേഷം പാട്ടും നൃത്തവും, തമ്പുരുവോടുകൂടി പാട്ടും നൃത്തവും ഗാനങ്ങളും ഒക്കെയായി ഇസ്രായേൽ ജനതയെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകിയത് മിരിയാമാണ്. അപ്പൊ സ്ത്രീ ജനങ്ങളുടെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു സ്ത്രീ രത്നമാണ് മിരിയാം. അഹ്റോന്റെയും മോശയോടും ഒപ്പം ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ തക്കവണ്ണം അവര് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൂപ്പർ വുമൺ പദവിയിലായിരുന്നു അന്ന് മിരിയാമിന് ഉള്ളത്. അപ്പോൾ പിന്നീട് വന്ന ഇസ്രായേലിലൊക്കെയും അവരെ കണ്ടിരുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ത്രീയായിട്ടാണ് അവര് കണ്ടിരുന്നത്. ആ ഒരു സ്വാധീനം അവരുടെ പേരുകളിലൊക്കെ കാണുവാൻ നമുക്കിടയാവും. കർത്താവിന്റെ കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ മറിയാം അല്ലെങ്കിൽ മിരിയാം എന്നുള്ള പേര് അവരുടെ മക്കൾക്കൊക്കെ നൽകുവാൻ തക്കവണ്ണമായി. ഇതിൽ നിന്ന് സ്വാധീനം എടുത്താണ് ഈ മിരിയാമിന്റെ ജീവിത രീതിയും അവരുടെ ഒരു സൂപ്പർ വുമൺ പദവിയും ഒക്കെ. ഇന്നത്തെ കാലഘട്ടമായി പറയുമ്പോൾ സൂപ്പർ വുമൺ പദവിയൊക്കെയുള്ള അവരെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനത്താർത്ഥമാണ് അന്ന് മക്കൾക്കൊക്കെ, പെൺമക്കൾക്കൊക്കെ മറിയാം എന്ന് പേരിട്ടത്. ഈ ഒരു സ്വാധീനമാണ് യുയാക്കീം ഹന്ന ദമ്പതികൾക്ക് തന്റെ ആദ്യം ജനിച്ച മകൾക്ക് മറിയാം എന്നുള്ള പേരിടുവാൻ കാരണമായിട്ടുണ്ട്. ഞാൻ ഈ മിരിയാമിനെ പരിചയപ്പെടുത്തിയത് പരിശുദ്ധ ദൈവമാതാവിന് മറിയം എന്നുള്ള പേര് വരുവാൻ കാരണമായി തീർന്ന ഒരു സംഗതിയാണിതെന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരു പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്റെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം.
ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിലെത്തി ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരത്തിനൊന്നും അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിഴക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിഴക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിഴക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ എഴുന്നേറ്റ് കിഴക്കെടുത്തു. എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. തളർവാദ രോഗിയായ ഒരു വ്യക്തിയെ, ദീർഘനാളായി തളർവാദ രോഗം പിടിപെട്ട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയെ 4 ആളുകൾ ചേർന്ന് കിടക്കയോടെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. 4 ആളുകൾ എന്ന് പറയുന്നത് 4 സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതുന്നത്. ഒരു തളർവാദ രോഗിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ദിവസമെങ്കിലും നമ്മൾ കിടക്കയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും നമുക്കത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വെച്ചാൽ ദിനംപ്രതി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള രോഗികളൊക്കെ അവർ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു. അത്രയേറെ കഷ്ടത അനുഭവിക്കുന്ന, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കുവാനോ എല്ലാം എന്തിനും മറ്റൊരാളുടെ സഹായമില്ലാതെ കഴിയുന്ന ഒരു തളർവാദ രോഗിയായ മനുഷ്യൻ. അവരെ ദീർഘനാളായി കടന്നിട്ടുണ്ടാവാം. നമുക്കതിന്റെ കാലഘട്ടത്തെ പറ്റി നമുക്ക് പറയുന്നില്ല. പക്ഷെ അവര് 4 പേർ ചേർന്ന് അദ്ദേഹത്തെ തോളിലേന്തി, കിടക്കയോടുകൂടി തോളിലേന്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു വരും. ക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ ആൾക്കൂട്ടം മൂലം അവർക്ക് അവിടെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അവര് മേൽക്കൂര പൊളിച്ച് ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരുന്നു. ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് പാപമോചനം നൽകുകയാണ്, രോഗസൗഖ്യം നൽകുകയാണ്. അപ്പൊ ഈ ക്രിസ്തു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിന് പരീക്ഷന്മാരുണ്ട്, ശാസ്ത്രിമാരൊക്കെ ഉണ്ട്. അവരവിടെ പിറുപിറുക്കുകയാണ്, ഇത് പാപമോചനം നൽകുവാൻ തക്കവണ്ണം യേശുവിന് എന്ത് അധികാരം? അവരതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ദൈവം അവിടെ വളരെ കൃത്യമായി തന്നെ അവിടെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്, പറയുകയാണ്, പാപമോചനം നൽകുവാനുള്ള അധികാരം ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. പണ്ട് യഹൂദന്മാരുടെ നാട്ടിലെ തളർവാദ രോഗം എന്ന് പറയുന്നത് വളരെ ഒരു നികൃഷ്ടമായ ഒരു രോഗമായിട്ടായിരുന്നു കരുതിയിരുന്നത്. എന്തുകൊണ്ടെന്നാല് തളർവാദ രോഗമൊക്കെ വരുന്നത് ലൈംഗിക സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ആണ് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അവരുടെ വിശ്വാസമായിരുന്നത്. അതുകൊണ്ട് അവർ പുച്ഛത്തോടും വെറുപ്പോടും കൂടിയാണ് ഈ തളർവാദ രോഗികളെ കണ്ടിരുന്നത്. അപ്പൊ ആരും ശുശ്രൂഷിക്കുവാനില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും മിക്ക സമയവും ഈ തളർവാദം അല്ലെങ്കിൽ പക്ഷാഘാതം സംഭവിക്കുന്ന രോഗികളൊക്കെ കഴിയുന്നത്. അവിടെയാണ് 4 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ എടുത്ത് ക്രിസ്തുവിലേക്ക് വരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ്
എത്ര പേർക്കുണ്ട് നല്ല ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ്? ആർക്കില്ലേ? അച്ഛന് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പൊ അച്ഛന് അച്ഛന് സങ്കടമൊക്കെ വരുമ്പോ മോനെ കേക്ക്, സങ്കടമൊക്കെ വരുമ്പോ ആ സുഹൃത്ത് മോനെ സഹായിക്കും, എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അതുപോലെ അച്ഛനും അവനെ ആശ്വസിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ തീർച്ചയായും ഓരോരുത്തരുടെയും ജീവിതത്തിൽ. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു പത്ര പരസ്യമുണ്ടായി. ഫ്രണ്ട് എന്നുള്ളതിനൊരു മീനിങ് കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ അർത്ഥം കണ്ടെത്തി പറയുകയാണെങ്കിൽ ഫ്രണ്ട് എന്നുള്ളതിനൊരു മീനിങ് കണ്ടെത്തി അയച്ചു തരികയാണെങ്കിൽ ഓരോരുത്തരോട് പറയാൻ അയച്ചു കൊടുത്താൽ പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ഏറ്റവും നല്ല മീനിങ്ങിന് ഒരു സമ്മാനം, പാരിതോഷികം നൽകുകയും ചെയ്തു. അനേകം ആളുകൾ ഈ എൻട്രി ഇത് ഉപയോഗിച്ച് അതിനകത്തിന് ഫ്രണ്ടിന് നിർവചനം നൽകി. എന്നാൽ ഒരു വ്യക്തി അയച്ചു കൊടുത്തത് ഇങ്ങനെയാണ്: എ ട്രൂ ഫ്രണ്ട് ഈസ് വൺ ഹൂ കംസ് ഇൻ വെൻ ദ ഹോൾ വേൾഡ് ഗോസ് ഔട്ട്. എ ട്രൂ ഫ്രണ്ട് ഈസ് വൺ ഹൂ കംസ് ഇൻ വെൻ ദ ഹോൾ വേൾഡ് ഗോസ് ഔട്ട്. ഒരു യഥാർത്ഥമായ സുഹൃത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ, എല്ലാവരുമായും തള്ളപ്പെടുന്ന അവസ്ഥയിൽ തന്നെ സ്നേഹിക്കുവാൻ കടന്നു വരുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. എത്ര അർത്ഥവത്തായ ഒരു മീനിങ് ആണ് അവിടെ പറയപ്പെട്ടത്. പലപ്പോഴും നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ? നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും വേദനയിലും നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സുഹൃത്തുക്കൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? അതോ നമ്മൾ അങ്ങനെ ആയിത്തീരാൻ ശ്രമിച്ചിട്ടുണ്ട്? ഈ നോമ്പില് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് നല്ല സുഹൃത്തുക്കളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. ഞാൻ ഈ നല്ല സുഹൃത്തുണ്ടോ എന്ന് ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് മാത്രം ചോദിച്ചത് മുതിർന്നവരുടെ അടുത്ത് മനഃപൂർവ്വം ചോദിക്കാതിരുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയും. അതോ നമ്മൾ അതുപോലെ മറ്റൊരാൾക്ക് ഒരു സുഹൃത്തായി മാറുവാൻ കഴിയും? വളരെ ചുരുക്കം കൂട്ടത്തിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാൻ സാധിക്കൂ. എല്ലാ സന്തോഷങ്ങളിലും ഒരു പക്ഷേ നമ്മളൊക്കെ കൂടെ കണ്ടെത്തും. ഒരാളുടെ വേദനയിലോ ദുഃഖത്തിലോ രോഗത്തിലോ അവന്റെ മനസ്സ് വളരെ ദുഃഖത്തിലിരിക്കുന്ന അവസരത്തിലൊന്നും കൂടെ കാണണമെന്നില്ല. സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായി ദരിദ്രനായിരിക്കുന്ന അവസ്ഥയിൽ എത്ര സുഹൃത്തുക്കൾ കാണും നമ്മളോടൊപ്പം? ആരും തന്നെ ഉണ്ടാവുകയില്ല. അവിടെയാണ് ഞാൻ ഈ പറയുവാൻ ആഗ്രഹിച്ചത്. ഞാൻ ഈ പറയുന്നത് 4 സുഹൃത്തുക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തളർവാദ രോഗിയായ ആ വ്യക്തിയുടെ 4 സുഹൃത്തുക്കൾ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, തളർവാദ രോഗി എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ വളരെ പുച്ഛത്തോടെ കണ്ടിരുന്ന ആളുകളാണ്. ആ സമയത്താണ് അവനെ രക്ഷിക്കുവാൻ വേണ്ടി 4 പേര് സുഹൃത്തുക്കളായി അവന്റെ അടുത്തേക്ക് കടന്നു വരിക. അവര് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ് അവനൊരു രക്ഷ പ്രാപിച്ചു കൊടുക്കുവാൻ വേണ്ടി. അവനെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം തയ്യാറായി 4 പേര് കടന്നു വന്നിരിക്കുക. എത്ര ദൂരം നടന്നു എന്ന് നമുക്ക് ബൈബിളിൽ പറയുന്നില്ല. ഒരുപക്ഷെ എത്രയോ കിലോമീറ്റർ നടന്നിട്ടാവണം ഈ കിടക്കയും എടുത്തുകൊണ്ട് അവര് വന്നത്. ഒന്നിനും ആവാത്ത അവസ്ഥയിൽ ആ മനുഷ്യനെ ഒരു ഭാരം എടുത്തുകൊണ്ട് വരുവാന്ന് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു പക്ഷേ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് വരാം. ഒരു മനുഷ്യനെ തോളിലേന്തിക്കൊണ്ട് വരുമ്പോ ആ മനുഷ്യന്റെ ആ അവസ്ഥയോട് അവർ പരിഗണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് തോളിലേന്തിക്കൊണ്ട് വരുവാൻ സാധിക്കുള്ളൂ. എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയില്ല. ആ അന്നത്തെ വഴികളെന്ന് പറയുന്നത് വിൻസെന്റ് ചായൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ കുണ്ടും കുഴിയും മലയും കയറ്റവും
ഇറക്കവും ഒക്കെയുള്ള വഴികളിലൂടെയായിരിക്കും. അതിനുശേഷം അവര് വന്നെത്തുമ്പോ, കഫർന്നഹൂമിലേക്ക് വന്നെത്തുമ്പോ ഒരു കാരണവശാലും യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ ആകെ കൂടി നിൽക്കുകയാണ്. ഒരു ഇഞ്ച് സ്ഥലം അവർക്ക് മുന്നോട്ട് നീങ്ങുവാൻ തക്കമില്ല. ഒരാളും അവരെ കടത്തിവിടുവാൻ തയ്യാറാകുന്നില്ല. അവർക്ക് വേണേൽ ചിന്തിക്കാം, ദൈവം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഞങ്ങൾക്ക് സ്ഥലം തരുന്നില്ല, ഈ മനുഷ്യനെയും കൊണ്ടൊന്ന് കയറി പോകുവാൻ, ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാൻ തക്കമാണ്. പക്ഷെ അവർ പിന്തിരിഞ്ഞോടിയില്ല. അവർക്ക് വേണേൽ ചിന്തിക്കാമായിരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ കാണാൻ സാധിക്കുമോ എന്ന് അവർക്കറിയില്ല. ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നു, അവരെ കണ്ടതിന് ശേഷം യേശു ക്രിസ്തുവിന് മടങ്ങി പോകുമായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ദിവസം ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഈ മനുഷ്യന്റെ അവസ്ഥയും മോശമാവില്ലേ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അവര് ബാലിശമായി ചിന്തകൾക്കൊന്നും പിടികൊടുക്കാതെ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം തയ്യാറാകും. വീട്ടിൽ കയറാൻ ഒരു നിവർത്തിയുമില്ല. അവര് പിൻവശത്തൂടെ കടന്നു വരുന്നു. ആ പിൻവശത്ത് ഗോവേണി പോലെയുള്ള സംഭവം കാണുന്നു. അവര് ആ വീടിന്റെ മച്ചിലേക്ക് കയറുകയാണ്. അന്ന് പാലസ്തീൻ നാടുകളിലൊക്കെ വീടുണ്ടാക്കുമ്പോൾ മേൽക്കൂര പരന്ന തരത്തിലുള്ള, എന്നത് കോൺക്രീറ്റ് പോലെ തന്നെയുള്ള ആ ലെവലിലാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അത് സാധാരണഗതിയിൽ തടികൾ പാകിയതിനു ശേഷം അതില് ചെളി മണ്ണ് ഉപയോഗിച്ച് അതിന്റെ വിടവുകളൊക്കെ അടച്ച്, അവിടെ മഴ പെയ്യുന്നത് കുറവായതുകൊണ്ട് ഈ വെയിലുള്ള ചൂടുള്ള സമയത്തൊക്കെ ഇതിൽ വസിക്കുവാൻ തക്കവണ്ണം വളരെ നല്ല സുഖമുള്ള അവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വീടുകൾ പണിയുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വേഗം അതിന്റെ പലകളൊക്കെ ഇളക്കി യേശുവിന്റെ അടുത്തേക്ക് അവരെ ഇറക്കുവാൻ തക്കവണ്ണം. എന്ത് ശ്രമകരമായ ഒരു വേലയാണ് അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ. അവിടെ ഒരു വീട്ടുടമസ്ഥനുണ്ടാവാം, അത്രയും കൂടിയിരിക്കുന്ന ജനങ്ങളുണ്ട്. അവര് താമസിക്കുന്ന വീട് ഇളക്കി അതിലേക്ക് ആളിനെ ഇറക്കുവാൻ തക്കവണ്ണം അവരുടെ ഒരു ശ്രമം എത്രമാത്രം ലക്ഷ്യബോധത്തോടു കൂടി ഉണ്ടായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം രണ്ട് കാരണങ്ങളുണ്ട് അവർ ഈ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ തക്കവണ്ണം. എനിക്ക് തോന്നുന്നു രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, ഈ മനുഷ്യനോടുള്ള, ആ തളർവാദം പിടിപെട്ട മനുഷ്യനോടുള്ള സ്നേഹം. ഏറ്റവും ഉറ്റ ചങ്ങാതിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായിരിക്കാം, അവരുടെ ബന്ധുവായിരിക്കാം. അങ്ങനെ എന്തായാലും ആഴത്തിലുള്ള ഒരു ബന്ധമുള്ളവരായിരിക്കാം. രണ്ടാമത്, ക്രിസ്തുവിലുള്ള വിശ്വാസം അവരെ ഭരിച്ചിരുന്നു. തീർച്ചയായും ക്രിസ്തുവിന്റെ അടുത്ത് എന്നാൽ എന്റെ സഹോദരന് അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന് സൗഖ്യം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവരായിരുന്നു ഈ 4 പേർ. അതുകൊണ്ടാണ് അവര് ഇത്രയും ശ്രമകരമായ ഒരു ജോലിയിലൂടെ ക്രിസ്തുവിന്റെ അടുക്കൽ എത്തിക്കുന്നത്. ഞാൻ മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കട്ടെ. അവർ വളരെയധികം ദൂരം താണ്ടി ഇവിടെ എത്തി. മലയും കാടും ഒക്കെ താണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ചില കഷ്ടതകളൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ പറ്റുള്ളൂ എന്നൊരു വ്യാഖ്യാനം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചേർത്ത് നമുക്ക് വായിക്കാം. ഇന്നത്തെ നമ്മളുടെ ഈ അവസ്ഥയിൽ, പാപകരമായ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആ സഞ്ചരിക്കുന്ന വഴിയോ കല്ലും മുള്ളും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും ആ തളർവാദ രോഗിയുടെ ഒരു അവസ്ഥയിലല്ലേ. ആത്മീയമായി നമ്മൾ ഓരോരുത്തരും തളർവാദം പിടിച്ചവരല്ലേ. നമ്മളിലുള്ള അഹന്തയും അഹങ്കാരവും താൻ പ്രമാണിത്വവും അല്ലെങ്കിൽ ഞാനെന്ന ഭാവവും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയല്ലേ നമ്മുടെ. ഈ അവസ്ഥകളൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ദൂരം ദൈവത്തിലേക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചരണി കയറണമെന്നുണ്ടെങ്കിൽ കുറെ ദൂരം സഞ്ചരിച്ചേ മതിയാവും. കുറെ കഷ്ടതകളിലൂടെ നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ, ഈ അവസ്ഥയിൽ നമുക്ക് ചെല്ലുവാൻ സാധിക്കൂ.